നല്ല കഴുകുണ്ട്. നല്ല കഴുകിട്ട് നല്ല കഴുകിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ടുള്ള നമ്മുടെ അടുക്കള ജോലിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. 4 മണിക്ക് എണീറ്റു കേട്ടോ. അപ്പോൾ ധോനി ബേബി എണീച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ട് അവൾ എണീറ്റ ഒരു പണിക്കും സമ്മതിക്കില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് അധികം പാത്രങ്ങളൊന്നും പാത്രങ്ങളുടെ ശബ്ദമൊന്നും വരാത്ത രീതിയിലാണ് കേട്ടോ ഓരോ പണികളും ചെയ്യുന്നത്. അപ്പോൾ അവൾ എണീറ്റിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ ആൾ വേണ്ടേ. രാജേട്ടനാണെങ്കിൽ 5 മണി ഒരു 5:30 ആകുമ്പോഴത്തേനെ എണീക്കുള്ളൂ, 5:15 കഴിയുമ്പോഴത്തേനെ എണീക്കുള്ളൂ. അപ്പോൾ ഇനി ഏതായാലും ഏട്ടൻ പണിക്ക് പോകണതല്ലേ, അപ്പം ഇനി ഏട്ടൻ്റെ ഉറക്കം പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി അവൾ എണീറ്റപ്പനെ രാജേട്ടൻ എണീറ്റ് അവളെയും കൊണ്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവളൊന്നിനും സമ്മതിക്കില്ല. പിന്നെ അവളെ ഫീഡ് ചെയ്യാന്ന് കിടന്നാൽ പിന്നെ അവൾ ഫീഡ് ചെയ്തിട്ട് ആണെങ്കിൽ അവൾ വിടുകയല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് കാപ്പിയാട്ടോ ഉണ്ടാക്കണത്. രാവിലെ ഞാൻ ആദ്യം കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള ചായക്ക് കടിയൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടന് ഒരു 5:45 ആകുമ്പോഴത്തേനും പൂവും വേണമല്ലോ. അപ്പം ഇന്ന് ബ്രൂ കോഫിയുടെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 രൂപയുടെ പാക്കറ്റ് 2, 3, 4, 5 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് പാലും കൊണ്ടുവന്നു. അപ്പോൾ എന്നും പാൽ ഒഴിച്ചിട്ടുള്ള കാപ്പിയൊന്നുമല്ല കൊണ്ടുപോകാറ്, കട്ടൻ കാപ്പി കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് നല്ല പാല് കൊണ്ടുവന്നു. നല്ല വെയിലത്താണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചായ വേണമെന്ന് വെച്ചപ്പോൾ ചായ വേണ്ടത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയിട്ട് പാത്രങ്ങളൊക്കെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഒന്നും പറയാനല്ല, ഇഡ്ഡലിയാണ്. ഇഡ്ഡലി കൊണ്ടുപോകണതാണ് ഏട്ടന് ഇഷ്ടം കേട്ടോ. ഇഷ്ടമെന്നല്ല, ഇഡ്ഡലിയാണ് ഒന്നും കൂടി ദഹനത്തിനും ഒക്കെ. ചപ്പാത്തിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ വെള്ളം കുടിച്ചിട്ടും അല്ലെങ്കിൽ വെള്ളത്തിന് ദാഹിച്ചിട്ടൊക്കെ. അതുപോലെ ഞാൻ ഒരു ദിവസം റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് വെള്ളത്തിന് ദാഹം കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ല വെയിലത്താണ് കാട് വെട്ടുന്നത്. ഈ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്ന് നിർത്താനോ അതേപോലെ ഓടി വന്ന് വെള്ളം കുടിക്കാനൊന്നും പറ്റില്ലല്ലോ. അവരിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുമല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടാണ്, അതൊന്നും പറ്റില്ല. ഇഡ്ഡലിയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന് ചെറിയ ഇഡ്ഡലിയാണെങ്കിൽ ഒരു 2, 3, 4 എണ്ണം കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇഡ്ഡലി മതി പറഞ്ഞു. അപ്പം മാവ് പുറത്തുനിന്ന് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. വൈകിട്ടൊന്നും ആട്ടി വയ്ക്കാനൊന്നും ബുദ്ധിമുട്ട്, കുട്ടീനെ പിടിക്കാനൊന്നും ആളുമില്ല. പിന്നെ എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ നമുക്ക്. അവളാണെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നില്ല. പിന്നെ രാവിലെ എണീറ്റിട്ട് പുലർച്ചയൊക്കെ എണീറ്റിട്ട് അവരൊക്കെ കിടക്കല് എണീറ്റിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ ഈ കുറുവാ പേടി കാരണം ഭയങ്കര പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ. എന്നാലും ഞാൻ വേഗം മാവാക്കേണ്ട പാത്രങ്ങളും ഒക്കെ ഒന്ന് ഒലമ്പി അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എന്തും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ മാറാതെ അയച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനതെല്ലാം ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. ഇഡ്ഡലി പാത്രമാണെന്നുണ്ടെങ്കിലും എല്ലാ കയ്യിലോ എല്ലാതും അങ്ങനെ എടുത്തിട്ട് തന്നെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം ഒലമ്പിയിട്ട് എടുത്തു വേഗം പോയി കഴുകി എല്ലാ പാത്രങ്ങളും ഒന്ന് വേഗം കഴുകിയെടുത്തു. 4 സൈഡൊക്കെ ലൈറ്റൊക്കെ ഇട്ടു, ഫ്രണ്ടിലല്ല സൈഡ് അടുക്കള സൈഡിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം വന്ന് വാതിലൊക്കെ അടച്ച് ബാക്കിയുള്ള പണികൾ നമുക്ക് അകത്തെടുത്താൽ മതിയല്ലോ. അപ്പം പിന്നെ വാതിലടച്ചിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയിട്ടോ. 2 തട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി 3ാമത്തെ തട്ടാണ് കേട്ടോ അത്. അപ്പോൾ ചെറിയ ഇഡ്ഡലി ആയതുകൊണ്ട് 2 തട്ടിൻ്റെയാണ് ഇഡ്ഡലി പാത്രേ. അപ്പോൾ കുഞ്ഞേ ഇഡ്ഡലിയല്ലേ, അപ്പോൾ 2, 3 തട്ടൊക്കെ വെക്കാനുണ്ടാവും കേട്ടോ ഒരു പാക്കറ്റ് മാവ് മേടിച്ചാൽ. അപ്പോൾ അമ്മായി എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ തീ പിടിപ്പിക്കലും പിന്നെ അവർക്ക് പല്ല് തേക്കാനുള്ള വെള്ളം ചൂടാക്കൽ, പിന്നെ ഒരാൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കൽ, തലയിൽ ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഇനി ചോറ് തിളപ്പിച്ചൂറ്റിൽ ചെറിയ അമ്മായിക്ക് കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ ഏട്ടനൊക്കെ കൊണ്ടുപോകാനുള്ളത്. ഇവരിപ്പോൾ രാജേട്ടനിപ്പോൾ അവർ 2 പണിക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ളതും കൂടി ഞാൻ ആക്കി കൊടുക്കണം. അവർ 10 മണിക്ക് ഉള്ളത് ഏട്ടൻ കൊണ്ടുപോയാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവർക്കുള്ള ഭക്ഷണം കൂടി ആക്കണം. അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടി ഉള്ളത് വേണ്ടത്. അത് ഫ്ലാസ്കിൽ എല്ലാവർക്കുള്ള കാപ്പി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5:45 ആകുമ്പോഴത്തേന് ഏട്ടൻ പോയാൽ പിന്നെ അവൾ ധോനി ബേബിയൊക്കെ എണീറ്റ് അപ്പോഴത്തേന് ചിലപ്പോഴേ എണീക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6, 7 മണിക്കൊക്കെ ധോനി ബേബി എണീക്കുള്ളൂ.
അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയി, കാപ്പിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇനി ചായപാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ 5 മണി ഒരു 5:15 ആയി. അമ്മായി എണീറ്റ് തീയൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കൈയോടെ കൂടെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ പിന്നെ അത് പിന്നെ അവിടെ കൂടിക്കിടക്കില്ലല്ലോ. ഞാനെപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെക്കും. അപ്പോൾ ലാസ്റ്റ് തട്ടിടുന്ന സമയത്ത് തന്നെ കറണ്ടൊന്ന് പോയി കേട്ടോ. കറണ്ട് പോയിട്ട് ഇരുട്ടത്ത് പിന്നെ മൊബൈൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ആ മൊബൈൽ ലൈറ്റിലാണ് പിന്നെ ബാക്കിയുള്ള മാവൊക്കെ ഒഴിച്ചത്. 2-3 ഇഡ്ഡലിക്കുള്ള ഒരു മാവ് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ മൊബൈൽ ലൈറ്റത്ത് ഞാൻ മാവൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞില്ല കേട്ടോ, അപ്പോഴത്തേന് തന്നെ കറണ്ട് വന്നു. അല്ലെങ്കിൽ കുടുങ്ങിയിട്ടുണ്ടാവും. വേറെ നമുക്ക് എമർജൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മൊബൈൽ ലൈറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഫാനില്ലെങ്കിലാണെങ്കിൽ കുട്ടി എണീക്കും ചെയ്യും. ഈ കൊതുകിൻ്റെ ശല്യം നല്ല ഉണ്ട്. അപ്പം അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയി, പാത്രത്തിലൊക്കെ ഫ്ലാസ്കിലും ചായയും കാസറോളിൽ ഇഡ്ഡലിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ചട്ടിണി ഉണ്ടാക്കണം. ചട്ടിണി ഉണ്ടാക്കാൻ പച്ചമുളക് ചട്ടിനിയാണ് ഏട്ടന് ഇഷ്ടം കേട്ടോ. ഞാൻ പച്ചമുളകും അരിമുളകൊക്കെ ഉള്ള സമയത്ത് അരിമുളകായിട്ട് ഇടാറ്. അപ്പം ഇന്ന് അരിമുളകൊന്നും ഇല്ലെന്ന് പച്ചമുളക് തന്നെയാണ് ശരണം. ഒരു ഇഞ്ചി പൊട്ടൊക്കെ ഇടാറ്. ഇന്ന് ഇഞ്ചിയില്ല. അപ്പം ഇന്ന് വെറും പച്ചമുളകും തേങ്ങയും ഒക്കെ പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊന്നും ഇല്ല. അപ്പം ഇന്ന് 2 വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വേഗം ചട്ടിനിയൊക്കെ താളിച്ചു. അപ്പോഴത്തേന് ഏട്ടൻ എണീറ്റ് വന്നു. ഏട്ടൻ എണീറ്റ് വന്നതാ പല്ല് തേച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകുള്ളൂ കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും പോവില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ മേശര മേലെ എടുത്ത് വെച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇനിയിപ്പോൾ കഴിക്കണില്ല. തലേ ദിവസമൊന്നും ഭക്ഷണം കഴിക്കാതെ കിടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏട്ടന് ഈ വെയിൽ കൊണ്ടിട്ട് എന്താണെന്നറിയില്ല, തലവേദന, മൈഗ്രെയിൻ്റെ തലവേദനയുടെ പ്രശ്നമുണ്ട് ഏട്ടന്. അപ്പോൾ തലവേദന എടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി പൊള്ളുന്ന തലവേദന ഏട്ടൻ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ അതിന് കിടക്കാറ്. അപ്പോൾ കിടക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടനെല്ലാം പാത്രങ്ങളിലൊക്കെ ആക്കി റെഡിയാക്കി കവറിലാക്കി കൊടുത്തു കേട്ടോ. ഏട്ടനും ഡ്രസ്സുകളൊക്കെ അപ്പുറത്തെ വീട്ടിലാണ് വെക്കാറ്, പുതിയ വീട്ടിൽ. കാരണം ഇവിടെ വെക്കാനൊന്നും സ്ഥലമില്ലല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ അവിടെ പോയി എടുത്തു കൊണ്ടുവന്ന് ഡ്രസ്സെല്ലാം മാറ്റി മെഷീനൊക്കെ എടുത്ത് വെച്ച് ഏട്ടൻ അങ്ങനെ ഒരു 5:45 5:55 ആവണുള്ളൂ കേട്ടോ. 5:50 ആയിട്ടോ. അപ്പം അങ്ങനെ ഏട്ടൻ പോയി. കുട്ടി നീക്കും എന്നൊക്കെ പറഞ്ഞു എന്നോട്, വണ്ടിയുടെ ശബ്ദം കേട്ടാലേ. ഇപ്പം എല്ലാം ഞങ്ങൾ പൊക്കോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഇതാ രാജേട്ടൻ അതാ ചായയൊക്കെ കുടിച്ച് പണിക്ക് പോയി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേന് ഇനി കുറച്ച് സമയമാവും. അപ്പം അങ്ങനെ ഇതാ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേനും പാല് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് പാക്കറ്റ് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് കാപ്പി വെച്ച് കൊടുത്തതേ. അപ്പം ഇനി ഇതാ നമ്മളിനി സാധാ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് പാല് മേടിക്കുന്നുണ്ട്. അതിലിനി ധോനി ബേബിക്കും എനിക്കും ചായ വെച്ചു കേട്ടോ. അമ്മയ്ക്കും അവർക്കൊക്കെ ഉള്ളത് അവർ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ധോനി ബേബി ഇപ്പം വലിയമ്മായിയോട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അടുക്കളയിൽ അമ്മായിയുടെ കൂടെ പച്ചക്കറി എടുക്കാനും അരിയാനും എല്ലാത്തിനും ഒപ്പം വന്നിരിക്കും. അവൾക്ക് പാത്രത്തിലൊരു ശകലം വെള്ളം കിട്ടിയാൽ മതി, അതൊക്കെ മുക്കി തൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എണീറ്റ് ഇങ്ങോട്ട് വന്നാൽ ഇപ്പം ഇങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരും വലിയമ്മായിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഈ സ്റ്റൂളിൽ ഇരുന്ന് ഇങ്ങനെ കുശലം പറഞ്ഞ് കാക്കേനെയും പൂച്ചേനെയും, ഒരു കിങ്ങിണി പൂച്ച ഉണ്ട്, പിന്നെ കുറേ നായക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അധികം പോണതിൻ്റെ കുശലം പറിച്ചലും വർത്താനവും ഒക്കെ ആയിട്ടാണ് കേട്ടോ പണിയെടുക്കണത്. അപ്പം ഇന്ന് കൂർക്കുപ്പേരിയും സാമ്പാറൊക്കെയാണെന്ന്. അപ്പോൾ അമ്മായിയാണ് അതിൻ്റെ ഇൻചാർജൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും